പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഓൺലൈൻ പ്ലാന്റ് സ്റ്റോറിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളാണ്. മൾട്ടി ചോയ്സ് എന്ന യൂട്യൂബിൽ നമ്മൾ വിവിധങ്ങളായ കാർഷിക പ്രവർത്തനങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കും അതല്ലെങ്കിൽ പിന്തുടരാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണ സഹകരണം നമ്മൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത് നാം ഓൺലൈനായിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഫ്രൂട്ട് തൈകളുടെ വിവരങ്ങളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ വീട്ടിലേക്ക് അനുയോജ്യമായ തരത്തിൽ അവിടെ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട വളപ്രയോഗങ്ങൾ, എന്തെങ്കിലും കേടുപാടുകൾ, പുഴു ആക്രമണം, കീടാക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ കൃത്യസമയത്ത് കൃത്യമായ അളവിൽ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ ഫ്രൂട്ട് തൈകൾ അതല്ലെങ്കിൽ വെജിറ്റബിൾ തൈകളൊക്കെ നട്ട് വളർത്തി വരുമ്പോൾ അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ച് അതിന് നല്ല രീതിയിൽ നമ്മൾ വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും ചക്കയും മാങ്ങയും അതല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള റംബുട്ടാൻ, മാംഗോസ്റ്റീന്, അബ്യു, അങ്ങനത്തെ നിരവധി ഫ്രൂട്ട് പ്ലാന്റുകൾ ആവശ്യമുള്ളവരുണ്ടാവും. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള നടീൽ രീതികൾ ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. ചിലതിന് ആഴത്തിൽ കുഴി കുത്തി കുഴിച്ചിടേണ്ടി വരും, ചിലതിന് പാകത്തിന് കുഴിച്ചിടേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സംരംഭവുമായി മുന്നോട്ട് പോകുന്നത്. കാലഘട്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോന്നിനും വളം ചെയ്തു കൊടുക്കേണ്ടത്. അതായത് കായഫലം ഉണ്ടാകുന്നതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടാണ് വളപ്രയോഗ രീതികൾ. അപ്പോൾ ഒരു മരത്തിന്, അതായത് ഒരു മാവ് സമയം വളം കൊടുക്കേണ്ടത് എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള രീതികളാണ് നമ്മൾ അവലംബിക്കുന്നത്. അതല്ലാതെ നട്ട് അപ്പോൾ വളം കൊടുക്കും, പിന്നെ നമ്മൾ നേരെ കായ് ആവുമ്പോഴാണ് വളം കൊടുക്കുക. ആ ഒരു രീതിയല്ല ചെയ്യേണ്ടത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്തിനെപ്പറ്റി വീഡിയോ വേണമെങ്കിലും നിങ്ങൾ നമ്മളെ കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഇനി നമ്മൾ ഓരോ എപ്പിസോഡായിട്ട്, അതായത് നിങ്ങളുടെ ആവശ്യം എന്താണ്, അത് നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മളെ മൾട്ടി ചോയ്സിൻ്റെ. അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ് എന്നിവയെക്കുറിച്ചൊക്കെ വീഡിയോ ഇടണമെന്ന്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന തൈകൾ അധികവും ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ്ങിൽ ഉൾപ്പെട്ട തൈകളാണ്. അപ്പോൾ ഗ്രാഫ്റ്റിങ്, ലെയറിങ്, ബഡ്ഡിങ് ഇത് എങ്ങനെയാണ്, ഇത് ഏതൊക്കെ സമയങ്ങളിൽ ചെയ്യുക, ഏതൊക്കെ മരങ്ങളിൽ ചെയ്യുക എന്നൊക്കെ വിശദമായിട്ടുള്ള വീഡിയോകൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഏതിനെക്കുറിച്ചാണ് വീഡിയോ വേണ്ടതെന്ന് ഫസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ഫസ്റ്റ് വീഡിയോ ചെയ്യും. അപ്പോൾ ഈ തൈകളൊക്കെ പെട്ടെന്ന് കായ്ക്കുന്നത് ഈ ഗ്രാഫ്റ്റിങ്, ലെയറിങ്, ബഡ്ഡിങ് ചെയ്ത വൃക്ഷത്തൈകളായതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ നടണം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് അത് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ചട്ടികളാണ്, നല്ല ക്വാളിറ്റി ഉള്ള ചട്ടികൾ, അത്യാവശ്യം വലുപ്പമുള്ളതും. അപ്പോൾ ഈ ചട്ടികളൊക്കെ ഇപ്പോൾ ആ പൊന്തിച്ചതൊന്നും പൊന്തിടുന്നില്ല, അജാതി കനുള്ള ചട്ടികളാണ്.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം വീട്ടിലെത്തിച്ച് അതിൽ ഫ്രൂട്ടും തൈകൾ, അതല്ലെങ്കിൽ നിങ്ങളടുത്ത് എന്ത് തൈകളാണ് ഉള്ളത് അത് നട്ട് തരും. നമ്മളടുത്ത് നിന്ന് എടുക്കുന്ന തൈകളാണെങ്കിൽ അങ്ങനെയും ചെയ്തു തരും. ഇതൊക്കെ വീട്ടിൽ സ്ഥലം സൗകര്യം കുറവുള്ളവർക്ക് എന്താ വെച്ചാൽ ടെറസിലും മുറ്റത്തിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മളെ അടുത്തുനിന്ന് തൈകൾ വാങ്ങുന്നവർക്ക് നമ്മൾ നട്ട് കൊടുക്കുന്നുണ്ട്, വളപ്രയോഗം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്വീകരിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓൺലൈൻ പ്ലാൻ സ്റ്റോറിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ. അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇതിൽ അറിയിക്കുക.